എല്ലാവർക്കും നമസ്തേ. ഇന്ന് നമ്മുടെ രാജ്യം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് നമ്മുടെ രാജ്യ തലസ്ഥാനമായ ദില്ലിയിൽ കുറേ തെമ്മാടികൾ അക്രമം നടത്തി അഴിഞ്ഞാടുന്ന സംഭവങ്ങളെക്കുറിച്ചാണ്. അത് നീറ്റ് പരീക്ഷയുടെ പേരിൽ നീറ്റ് പരീക്ഷയുടെ ചോദ്യപേപ്പർ ചോർന്നതുമായി ബന്ധപ്പെട്ടുള്ള ഒരു പ്രതിഷേധം എന്ന രീതിയിൽ തുടങ്ങി വെച്ച ഈ തെമ്മാടിക്കൂട്ടങ്ങളുടെ സമരം 2-3 ദിവസം കൊണ്ട് അത് അക്രമത്തിലേക്ക് വഴിമാറിയത് നമ്മൾ കണ്ടു. പാർലമെന്റ് മാർച്ച് നടത്താനെന്നും പറഞ്ഞ് ഈ തെമ്മാടികൾ ഒരു നീക്കം നടത്തി. അതിൽ ഇവന്മാർ പറഞ്ഞ മുദ്രാവാക്യം നമ്മുടെ ഈ പാർലമെന്റ് തച്ച് തകർക്കും എന്ന് പറഞ്ഞായിരുന്നു സമരം നടത്തിയത്. ആ സമരത്തിനെതിരെ പോലീസ് ഒന്നും നടപടിയെടുത്തില്ലെങ്കിലും പോലീസിനെ ആക്രമിച്ച് 150ഓളം പോലീസുകാർക്ക് ആണ് പരിക്ക് പറ്റിയത്. ഗത്യന്തരമില്ലാതെ പോലീസ് തിരിച്ച് നടപടിയെടുത്ത് 10-70 ഈ തെമ്മാടികൾക്കും പരിക്ക് പറ്റി എന്ന് മാത്രം. അതിനു മുമ്പൊരു ആർക്കും വേണ്ടാത്ത ഒരു ചുക്ക്, ഈ ലഡാക്കുകാരൻ, അയാൾ അവിടെ കലാപം നടത്താൻ ശ്രമിച്ച് 4-5 ചെറുപ്പക്കാരെ ഗുരുതി കൊടുത്തവനാണ് ഈ ചുക്കെന്ന് പറയുന്ന വിദ്വാൻ. അയാൾ നിരാഹാരം കിടന്നു. സർക്കാർ തിരിഞ്ഞു നോക്കുന്നില്ല എന്നായപ്പോൾ കോടതിയെ ഇടപെടിച്ച് അയാളെ അറസ്റ്റ് ചെയ്ത് അവിടെ നീക്കം ചെയ്യിച്ച് ആശുപത്രിയിലാക്കി. അതിനുശേഷം ആണ് ഈ കോക്രോച്ച് പാർട്ടി, ഈ കോറകളെല്ലാം കൂടെ പാർലമെന്റ് മാർച്ച് നടത്തിയത്. അതിനകത്ത് പങ്കെടുത്ത ആരൊക്കെയാണ്? CPM-കാർ, ഖാലിസ്ഥാനികൾ, ഈ ഐസ, CPM-ന്റെ പോഷക സംഘടനയായ SFI തുടങ്ങിയ രാജ്യവിരുദ്ധ ശക്തികളാണ് ഈ പാറ്റകളുടെ ബാനറിന്റെ പിന്നിൽ നിന്ന് ഈ അക്രമങ്ങളെല്ലാം നടത്തിയത്. ഈ കേരളത്തിലെ ഒരു പ്രതിപക്ഷ നേതാവുണ്ട്, മുൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ. അയാളുടെ ഒരു പ്രസ്താവന കണ്ടു, ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് കണ്ടു, ഇത് ഗുണ്ടകൾ ഈ പിള്ളേരെ ആക്രമിച്ചെന്ന്. ഈ ഇന്ത്യയിലെ ഏറ്റവും വലിയ ഗുണ്ടകൾ ആരാണ്? CPM-കാരാണ്. അതിൻ്റെ ഈ ഗുണ്ടകളുടെ നേതാവാണ് ആരാണ്? നമ്മുടെ ഈ മുൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ തന്നെ. അദ്ദേഹമാണ് ഈ പറയുന്നത് അവിടെ ഗുണ്ടകൾ ആക്രമിച്ചെന്ന്. ആരാ ഗുണ്ടകൾ ആക്രമിച്ച്? ശരിയാണ്, പോലീസിനെ ആക്രമിച്ചു. CPM-കാരുൾപ്പെടെയുള്ള CPM-ന്റെ പോഷക സംഘടനയായ SFI-യുടെ പ്രവർത്തകരുൾപ്പെടെയുള്ള ഗുണ്ടകൾ പോലീസിനെയാണ് ആക്രമിച്ചത്. എന്നിട്ട് പാർലമെന്റ് തകർക്കുമെന്ന് പറഞ്ഞ് പ്രകടനം നടത്തിയതും ഈ ഗുണ്ടകളൊക്കെ തന്നെയാണ്. എന്നിട്ട് ഈ പിണറായി വിജയൻ തിരിച്ച് ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ട് വെളുപ്പിക്കാനാണ് ശ്രമിച്ചു കൊണ്ടിരിക്കുന്നത്. അതവിടെ നിൽക്കട്ടെ. പാർലമെന്റിൽ ഒരു അടിയന്തര സമ്മേളനം നടക്കുമ്പോഴൊക്കെ വിദേശത്തൊക്കെ കറങ്ങി നടക്കുന്ന ഒരു വിദ്വാൻ ഉണ്ടല്ലോ, പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി. അയാൾ എന്തുവാണ് പറഞ്ഞത്? എന്തോ ഒരു പവർ പ്രസന്റേഷൻ ആണെന്ന് തോന്നുന്നു. ഇതിനു മുമ്പും ഓരോ വിഡിത്തങ്ങൾ പറയാറുണ്ട്. പവർ പ്രസന്റേഷൻ കൂടെ ആരെങ്കിലും തയ്യാറാക്കി കൊടുക്കും. KC വേണുഗോപാലിൻ്റെ കൂട്ടുള്ള ഇവർ ഈ തികച്ചും വ്യാജമായിട്ടും അപകീർത്തികരമായിട്ടുമുള്ള, രാജ്യത്തെ അപകീർത്തിപ്പെടുത്തുന്ന തരത്തിലുള്ള ഓരോ കാര്യങ്ങൾ തയ്യാറാക്കി കൊടുക്കും. അതുകൊണ്ടൊന്ന് പവർ പ്രസന്റേഷൻ നടത്തി. ഇത് പറയാൻ കാരണം നമ്മൾ നേരത്തെ കണ്ടാണ്, വോട്ട് ചോരി എന്നും പറഞ്ഞ് കുറെ വ്യാജമായിട്ട് ഉള്ളത് ഉണ്ടാക്കിയിട്ട് പ്രസന്റേഷൻ നടത്തിയിട്ട് രാജ്യത്തിനെ അധിക്ഷേപിച്ചുകൊണ്ടിരിക്കുന്ന ഈ രാഹുൽ ഗാന്ധി, അയാൾ പറയുകയാണ് പ്രധാനമന്ത്രി ക്ഷമ പറയണമെന്ന്. എന്തിനാണ് പ്രധാനമന്ത്രി ക്ഷമ പറയേണ്ടത്? നേരത്തെ പറഞ്ഞുകൊണ്ടിരുന്ന ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെക്കണം, പ്രധാനമന്ത്രി രാജിവെക്കണം എന്നൊക്കെ പറഞ്ഞുകൊണ്ടായിരുന്നു ഈ പപ്പു. ഇപ്പോൾ പറയുന്നു പ്രധാനമന്ത്രി ക്ഷമ പറയണമെന്ന്. പ്രധാനമന്ത്രിയാണോ ക്ഷമ പറയേണ്ടത്? പ്രധാനമന്ത്രി എന്തിനു ക്ഷമ പറയണം? ഇയാളല്ലേ ക്ഷമ പറയേണ്ടത്? ഈ രാഹുൽ ഗാന്ധി, ഇയാളുടെ നേതൃത്വത്തിലല്ലേ പ്രധാനമന്ത്രിയുടെ വസതിക്ക് മുമ്പിൽ അക്രമം നടത്താൻ അവിടെ കുത്തിയിരുന്ന് ശ്രമിച്ചത്? അക്രമം നടത്തുന്നത് തന്നെയല്ല, അയാളുടെ ഉദ്ദേശം പ്രധാനമന്ത്രിയെ വധിച്ച് അപ്പം പ്രധാനമന്ത്രി പദം ഒഴിവ് വരും, ആ കസേരയെ കയറിയിരിക്കാം എന്നുള്ള ഒരു ആഗ്രഹത്തോടു കൂടിയല്ലേ ഇയാൾ പ്രധാനമന്ത്രിയുടെ അതീവ സുരക്ഷാ മേഖലയിൽ കയറി കുത്തിയിരുന്ന് തെമ്മാടിത്തരം കാണിച്ചത്. എന്നിട്ട് പറയുന്നു ഇയാളല്ലേ രാജ്യത്തോട് ക്ഷമ ചോദിക്കേണ്ടത്.
ഈ രാഹുൽ. ഈ ഒരു സംഭവത്തിൽ തന്നെയല്ല ഇയാൾ രാജ്യത്തോട് ക്ഷമ ചോദിക്കേണ്ടത്. നമുക്കെല്ലാം അറിയാം 86-ൽ മുംബൈയിൽ താജ് ഹോട്ടലിന് നേരെ നടന്ന ആക്രമണം. ഇതിനകത്തില് ഇയാളുടെ പാർട്ടിയും അന്ന് രാജ്യം ഭരിച്ചുകൊണ്ടിരുന്നത് കോൺഗ്രസ് ആണ്. ഈ മൻമോഹൻ സിംഗ് എന്ന് പറയുന്ന ഒരു പാവയെ പ്രധാനമന്ത്രി കസേരയിൽ ഇരുത്തിക്കൊണ്ട് ഈ രാഹുൽ ഗാന്ധിയുടെ അമ്മ സോണിയാഗാന്ധി അവരാണ് ഇവരുടെ ഒരു സംഘടന ഉണ്ടായത്. ഇപ്പോൾ ഇന്ത്യ സഖ്യം പോലെ അന്നൊരു സംഘടന ഉണ്ടായിരുന്നു, യു പി എ സഖ്യം. ആ ഊപ്പ സഖ്യത്തിൻ്റെ ചെയർപേഴ്സൺ എന്ന നിലയ്ക്ക് ഇവരായിരുന്നു, അതായത് ഇയാളുടെ അമ്മ സോണിയാഗാന്ധി ആയിരുന്നു ഭരിച്ചുകൊണ്ടിരുന്നത്. ഇവരെല്ലാം കൂടെ ചേർന്ന് ആ ഒരു ആക്രമണം സംഘടിപ്പിച്ചിട്ട് പാകിസ്ഥാനുമായിട്ട് ബന്ധപ്പെട്ട് തന്നെയാണ് അവർ ഈ ആക്രമണം സംഘടിപ്പിച്ചത് എന്ന് അന്നത്തെ കാലത്തെ കേന്ദ്ര ആഭ്യന്തര വകുപ്പിലെ അണ്ടർ സെക്രട്ടറി ആയിരുന്ന RVS മണി വെളിപ്പെടുത്തിയിട്ടുണ്ട്. എന്നിട്ട് അജ്മൽ കസബിൻ്റെ കയ്യേലെ ചുമന്ന ചരട്, നെറ്റിക്ക് സിന്ദൂരക്കുറി ഒക്കെ അണിയിച്ചിട്ട് ഇയാള് ഹിന്ദു തീവ്രവാദികളാണ് ഇവിടെ അക്രമം നടത്തിയത് എന്ന് വരുത്തിക്കൊണ്ട് കോൺഗ്രസ് രാഷ്ട്രീയ മുതലെടുപ്പോടാണ് ഉദ്ദേശിച്ചത് ഈ അഭ്യാസം കാണിക്കാൻ ശ്രമിച്ചതും. എന്നിട്ട് അതിനാദ്യമായിട്ട് ഹിന്ദു തീവ്രവാദം എന്ന് പറയുന്ന ഒരു പദം ഉപയോഗിച്ചത് കോൺഗ്രസ്സുകാരനായ ശിവരാജ് പാട്ടീലാണ്. അയാൾ അന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രിയായിരുന്നു. അതിനുശേഷം പി ചിദംബരം ഉൾപ്പെടെയുള്ളവന്മാർ ഹിന്ദു തീവ്രവാദം എന്ന പദം ഉപയോഗിച്ചത്. അതിനുശേഷം പി ചിദംബരം ഉൾപ്പെടെയുള്ളവന്മാർ ഈ ഒരു പദം ഉപയോഗിച്ചുകൊണ്ട് ഹിന്ദുക്കളെയും, ഈ രാജ്യത്തെ മഹാഭൂരിപക്ഷം വരുന്ന ഹിന്ദുക്കളെയും, രാജ്യത്തിൻ്റെ സംസ്കാരമായ ഹിന്ദു സംസ്കാരത്തെ അധിക്ഷേപിക്കാൻ ശ്രമിച്ചത്. അതിനുവേണ്ടി രാജ്യത്തെ ജനങ്ങളെ ഗുരുതി കൊടുക്കാനല്ലേ ഈ കോൺഗ്രസ്സുകാർ ശ്രമിച്ചത്. ഈ സോണിയാഗാന്ധിയും ഇയാളുടെ പേര് രാഹുൽ ഗാന്ധിയും ഒക്കെ ശ്രമിച്ചത്. അപ്പോൾ ആരാണ് രാജ്യത്തോട് ക്ഷമ ചോദിക്കേണ്ടത്? ഇയാളും ഇയാളുടെ അമ്മയും ഇയാളുടെ സഹോദരിയും ഉൾപ്പെടെയുള്ള ഇയാളുടെ പാർട്ടിയുടെ നേതാക്കളും അല്ലേ ഇത് ചെയ്യേണ്ടത്, ക്ഷമ ചോദിക്കേണ്ടത്. എന്നിട്ട് പറയുന്നു, എന്തോ പറയുന്നതെന്ന് അറിയത്തില്ല, ഇയാൾക്ക് തന്നെ അറിയത്തില്ല ഇയാളെന്തോ സംസാരിക്കുന്നതെന്ന്. എന്നിട്ട് ഏതോ ഗോഷ്ഠികളും കാണിക്കും നമ്മൾ കാണാറുണ്ട്, ഏതാണ്ട് വലിയ കാര്യമാണെന്നും പറഞ്ഞു. ഇന്നലെ അവിടെ ചെന്ന് എന്താണ് കാണിച്ചത്? പ്രധാനമന്ത്രിയുടെ വസതിയുടെ സമീപത്ത്. സത്യം പറഞ്ഞാൽ ഇതിനെയൊക്കെ നിയന്ത്രിക്കാൻ ശക്തമായ നടപടി എടുക്കേണ്ടത് കേന്ദ്ര സർക്കാരാണ്. കേന്ദ്രം ശക്തമായി പ്രതികരിക്കണം. ഇത്തരം രാജ്യവിരുദ്ധ പരിപാടിയുമായിട്ട് നടക്കുന്നവന്മാരെ ഒന്നിനെയും വെറുതെ വിടരുത്. ഇവിടുന്ന് വേർത്തം പോയിട്ടുണ്ടായിരുന്നല്ലോ ഒരു നേതാവ് MA ബേബി. അയാളെന്താണ് അവിടെ ചെന്ന് പറഞ്ഞത്? ഇയാളൊക്കെ എന്തിനാണ് പോകുന്നത്? അയാളുടെ മനസ്സിലെപ്പോഴും ചൈനയാണ്. അയാളും അയാളുടെ പാർട്ടിക്കാരും പറയുന്നത് ഞങ്ങൾ ചങ്കാണ് ചൈന എന്നാണ് പറയുന്നത്. ഇന്ത്യയെക്കാട്ടിലും അല്ലെ ലോകത്തിൽ അമേരിക്കയെക്കാട്ടിലും ഒക്കെ ഏറ്റവും ശക്തമായ രാജ്യമായി ചൈന മാറുന്നതിൽ അഭിമാനം കൊള്ളുന്നു എന്ന് പറയുന്നവന്മാരാണ് ഈ കമ്മ്യൂണിസ്റ്റുകൾ. ഇവരൊക്കെയാണ് നമ്മുടെ രാജ്യത്തെ കുട്ടിച്ചോറാക്കാൻ ശ്രമിച്ചുകൊണ്ട്, തകർക്കാൻ ശ്രമിച്ചുകൊണ്ട് ഇപ്പുറത്ത് മാറിയിരുന്ന് ഇതേപോലുള്ള അഭിപ്രായങ്ങൾ പറയുന്നത്. ഇതിനെ അംഗീകരിക്കാൻ കേന്ദ്ര സർക്കാർ ഒരിക്കലും തയ്യാറാകരുത്. ബേബിയെക്കാട്ടിൽ വലിയ നേതാവാണ്, അവരുടെ വലിയ നേതാവാണ് ചൈനയുടെ പ്രസിഡന്റ് പിങ്. പിന്നെ വേറൊരു വിദ്വാനുണ്ട് നോർത്ത് കൊറിയയിലെ കിം ജോങ് ഉങ്ങോ, അതുപോലെയൊക്കെ ഏതാണ്ടൊക്കെ ഉണ്ട്. ഇവന്മാർ വന്നാൽ പോലും, ഇതേപോലെ വന്നാൽ പോലും മുട്ടുകാല് തല്ലി ഓടിക്കുകയാണ് വേണ്ടത്. അത് രാഹുൽ ഗാന്ധി ആണേലും ആരാണേലും. മേലാൽ ഇതേപോലെ രാജ്യത്തിനെതിരായിട്ട് ഇങ്ങനെ പ്രവർത്തിക്കാൻ പറ്റാത്ത രീതിയിൽ ഇവരെ ശാരീരികമായി തന്നെ പോലീസും അർദ്ധസൈനിക വിഭാഗവും പട്ടാളം വേണമെങ്കിൽ പട്ടാളവും നേരിടുകയാണ് ചെയ്യേണ്ടത്. അല്ലാതെ ഇവർക്ക് ഇങ്ങനെ തെമ്മാടിത്തരം കാണിക്കാൻ ഉള്ള സാഹചര്യം ഒരുക്കി കൊടുക്കാൻ പാടില്ല എന്ന് തന്നെയാണ് ഈ രാജ്യത്തെ സ്നേഹിക്കുന്നവരുടെ എല്ലാവരുടെയും ആഗ്രഹം. അതേപോലെ തന്നെ മുമ്പ് പറഞ്ഞ ആ സംഭവത്തെക്കുറിച്ചുള്ള പൂർണ്ണമായ വിവരങ്ങൾ കേന്ദ്ര ആഭ്യന്തര വകുപ്പിൻ്റെ കയ്യിലുണ്ടെന്നാണ് RVS മണി പറഞ്ഞത്. അത് പൂർണ്ണമായിട്ടും
അത് ജനങ്ങളുടെ മുന്നിൽ എത്തിക്കാനുള്ള നടപടികളാണ് കേന്ദ്ര സർക്കാരും കേന്ദ്രം ഭരിക്കുന്ന പാർട്ടിയും ചെയ്യേണ്ടത്. ഇങ്ങനെ രാജ്യത്തെ നശിപ്പിക്കാൻ ശ്രമിക്കുന്ന ഈ തെമ്മാടികളാണ് ഈ പ്രധാനമന്ത്രി ക്ഷമ ചോദിക്കണം എന്നും പറഞ്ഞ് നടക്കുന്നത് എന്നുള്ളത് ജനങ്ങൾ മനസ്സിലാക്കട്ടെ. ജനങ്ങളെ മനസ്സിലാക്കി കൊടുക്ക്, അതാണ് വേണ്ടത്. അങ്ങനെ മനസ്സിലാക്കി കൊടുത്ത് ഇവനെയൊക്കെ ഒറ്റപ്പെടുത്തുകയാണ് വേണ്ടത് സമൂഹത്തിൽ നിന്ന്. അല്ലാതെ അതൊക്കെ ആഭ്യന്തര വകുപ്പിൻ്റെ രഹസ്യമാണ് എന്ന് പറഞ്ഞ് അത് മാറ്റി അത് പാടില്ല. രഹസ്യം അതിൻ്റെ ഒരു വഴിക്ക് കിടക്കട്ടെ. ഇവന്മാരിങ്ങനെ തെങ്ങമ്മാടിത്തരം കാണിക്കുമ്പോൾ ആ രഹസ്യം പരസ്യമാക്കേണ്ട ഉത്തരവാദിത്വം കേന്ദ്ര സർക്കാരിനുണ്ട്, ഭരിക്കുന്ന പാർട്ടിക്കുമുണ്ട്. ജനങ്ങൾ അറിയട്ടെ ഇത്തരക്കാരുടെ നിറം, ജനങ്ങൾ അറിയട്ടെ ഇത്തരക്കാരുടെ ഈ രാജ്യവിരുദ്ധ പ്രവർത്തനങ്ങളും മറ്റ് തെമ്മാടിത്തരങ്ങളും. അതിനുള്ള അവസരം ഒരുക്കി കൊടുക്കേണ്ടത് കേന്ദ്ര സർക്കാരിൻ്റെയും കേന്ദ്രം ഭരിക്കുന്ന പാർട്ടിയുടെയും ഉത്തരവാദിത്വമാണ്. ആ ഉത്തരവാദിത്വം നിങ്ങൾ നിറവേറ്റുക എന്ന് മാത്രമാണ് ഈ രാജ്യത്തെ സ്നേഹിക്കുന്ന ജനങ്ങൾക്ക് പറയാനുള്ളത്. അല്ലാതെ ഞങ്ങൾ എന്ത് പറയാൻ? ഞങ്ങളുടെ കയ്യിൽ അധികാരം ഉണ്ടായിരുന്നെങ്കിൽ ഇവരെയൊക്കെ മര്യാദ പഠിപ്പിക്കാൻ ഞങ്ങൾ തുനിഞ്ഞിറങ്ങിയനുമായിരുന്നു. എനിക്ക് അധികാരം ഉണ്ടായിരുന്നെങ്കിൽ രാഹുൽ ഗാന്ധി ഒക്കെ ഒരു മണിക്കൂർ പോലും ആ വീടിന് മുന്നിൽ, പ്രധാനമന്ത്രിയുടെ വീടിന് മുന്നിൽ ഇത്തരം തെമ്മാടിത്തരവും കാണിച്ചുകൊണ്ട് നിൽക്കുകയില്ലായിരുന്നു. ഞാനായിരുന്നാൽ ഉത്തരവ് കൊടുത്തതിനായിരുന്നു ഈ വിദ്വാന്മാരെയൊക്കെ തൂക്കിയെടുത്ത് അകത്തിട്ട് കൊടുക്കേണ്ടത്, ശരിക്കങ്ങ് പെരുമാറിക്കൊള്ളാൻ ഞാനായിരുന്നു ഉത്തരവ് നൽകിയത്. കാരണം നമുക്ക് വലുത് നമ്മുടെ രാജ്യമാണ്, ഇവർ കാണിക്കുന്ന തോന്നിവാസമല്ല. കാരണം ഇപ്പോൾ അടിയന്തരമായിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ച് തീരുമാനിക്കാനുള്ള പാർലമെന്റ് സമ്മേളനം നടക്കുമ്പോൾ, നമ്മുടെ രാജ്യം കൂടുതൽ കൂടുതൽ ശക്തമായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ, കൂടുതൽ കൂടുതൽ വിദേശ രാജ്യങ്ങൾ നമ്മുടെ രാജ്യത്ത് ലക്ഷക്കണക്കിന് കോടി ഡോളർ നിക്ഷേപം നടത്തി അതിലൂടെ രാജ്യത്തെ പുരോഗതിയിലേക്ക് നയിക്കാൻ ശ്രമിക്കുമ്പോൾ ഇതിനൊക്കെ ഒരു തടയിടുക എന്നുള്ള ഉദ്ദേശത്തോടുകൂടി കോൺഗ്രസ് വളർത്തിക്കൊണ്ടുവരുന്ന ഈ കൂറപ്പാർട്ടികളും ചേർന്ന് നടത്തുന്ന സമരാഭാസം. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇവിടെ നിക്ഷേപം നടത്താൻ തയ്യാറായിരിക്കുന്ന വിദേശ രാജ്യങ്ങൾ എന്താണ് ചിന്തിക്കുക? അവിടെ എന്നും കലാപവും പ്രശ്നങ്ങളുമാണ്. അപ്പം അവിടെ കൊണ്ട് പണം നിക്ഷേപിച്ചാൽ അത് മുടക്കുമുതൽ പോലും തിരിച്ചു വരാൻ ബുദ്ധിമുട്ടായിരിക്കും എന്നുള്ള സംശയം ഉണ്ടാക്കുന്നതിന് വേണ്ടി രാഹുൽ ഗാന്ധിയും സംഘവും തുനിഞ്ഞിറങ്ങുമ്പോൾ, രാഹുൽ ഗാന്ധിയുടെ സംഘത്തിൻ്റെ ഉദ്ദേശം ഇതേ ഉള്ളൂ: രാജ്യം ശക്തമാവരുത്, രാജ്യം എന്നും ഇതേപോലെ കിടന്നെങ്കിൽ മാത്രമേ അയാൾക്കും അയാളുടെ കുടുംബത്തിനും ഈ അഴിമതി നടത്തി കോടികൾ സമ്പാദിക്കാൻ കഴിയുകയുള്ളൂ എന്നുള്ള കാര്യം. അതിനുവേണ്ടിയാണ് അയാളും അയാളുടെ കുടുംബവും ഇങ്ങനെ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് എന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കി അതിനെതിരെ ശക്തമായ നടപടി സ്വീകരിക്കണം, അടിച്ചൊതുക്കണം ഇത്തരം സമരങ്ങളെ. അത് രാഹുൽ ഗാന്ധിയല്ല, രാഹുൽ ഗാന്ധിയെക്കാട്ടിൽ വലിയ നേതാക്കന്മാരാരെങ്കിലും ഈ കോൺഗ്രസിൽ നിന്ന് ഇന്ത്യയിലുണ്ടെങ്കിൽ അവരുടെ ആണെങ്കിലും ശക്തമായി പ്രതികരിക്കേണ്ടത് കേന്ദ്ര സർക്കാരിൻ്റെ കടമയാണ്. ആ കടമ കേന്ദ്ര സർക്കാർ നിർവഹിക്കും എന്നും ഉള്ള വിശ്വാസത്തോടു കൂടിയാണ് ഈ രാജ്യത്തെ സ്നേഹിക്കുന്ന മഹാഭൂരിപക്ഷം ജനങ്ങളും മുന്നോട്ട് പോകുന്നത്. ഈ ചാനലും ഇതിലെ ഉള്ളടക്കങ്ങളും നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഈ ചാനലിൻ്റെ വളർച്ചയ്ക്കായി ഇത് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഒപ്പം തന്നെ ഇതിൽ ഇനിയുള്ള തുടർന്നുള്ള വീഡിയോകൾ നിങ്ങൾക്ക് ലഭിക്കുന്നതിനായി ബെൽ ബട്ടൺ അമർത്തുക. ഒപ്പം തന്നെ ഇത് ലൈക്ക് ചെയ്ത് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായി രേഖപ്പെടുത്തുക. കൂടുതൽ ആളുകളിലേക്ക് എത്തിക്കുന്നതിനായി ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യുക.